ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ ലഡുവാണ്. അതിന് വേണ്ടുന്ന 2.5 കപ്പ് അവൽ എടുത്തു വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് പാൻ ചൂടാകുമ്പോൾ അവൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് രണ്ടും കൂടി മൂപ്പിച്ച് എടുക്കാം. തേങ്ങ കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിലർക്ക് തേങ്ങ കൂടുതൽ വേണ്ടാത്തത് കൊണ്ടാണ് 1 കപ്പ് എന്ന് പറഞ്ഞത്. നമ്മുടെ അവലും തേങ്ങയും ഇട്ടത് ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് മൂപ്പറിയണത് നമ്മുടെ അവലൊന്നെടുത്ത് കയ്യിലെടുക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് അമർത്തുമ്പോഴത്തേക്ക് അവൽ പൊടിഞ്ഞ് വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ആ ഒരു പൊടിക്കാനുള്ള കറക്റ്റ് അളവ്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ അവലും തേങ്ങയും ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് ഫൈൻ പേസ്റ്റ് പൗഡർ ആക്കണ്ട, ചെറിയ ഒരു തരി കിടന്നാലും കുഴപ്പമില്ല. നമുക്ക് ഉണ്ട ഉണ്ടാക്കാനായതുകൊണ്ട് കുറച്ച് തരി ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കാം. നമ്മൾ പാത്രത്തിലേക്ക് അവലും തേങ്ങ മൂപ്പിച്ചതും കൂടി തട്ടി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാകുന്നതിലേക്ക് 50 ഗ്രാം കാഷ്യൂ ഇട്ട് ഒത്തിരി മൂത്ത് പോകാതെ ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ബൗളിലേക്ക് മാറ്റുക. കാഷ്യൂ മൂപ്പിച്ച് അതേ നെയ്യിൽ തന്നെ 50 ഗ്രാം റൈസിൻസും കൂടി വറുത്തെടുക്കാം. ഇപ്പോൾ റെഡിയായിരിക്കുന്ന റൈസിൻസ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. വറുത്ത് വെച്ചേക്കുന്ന അവലും തേങ്ങയും കൂടി മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം. വറുത്ത തേങ്ങയും അവലും പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവലും തേങ്ങ മൂപ്പിച്ചതും കൂടി ഇതിനകത്തേക്കിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ നെയ്യ് ഉരുകിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന അവലും തേങ്ങയുള്ള മിക്സ് നമുക്കിതിനേക്ക് തീ കുറച്ചിട്ട് വേണേ സിമ്മിലിട്ടിട്ട് അത് ഇതിനകത്തോട്ട് നമുക്ക് വടിച്ച് മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഉരുക്കിയ ശർക്കരയാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഉരുക്കിയ ശർക്കര 200 ഗ്രാമിൻ്റെത് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ശർക്കരയാണെങ്കിൽ ചീകി അതൊന്ന് ഉരുക്കി അരിച്ചെടുത്ത ആ ശർക്കരയിലുള്ള അഴുക്കൊന്നും നമുക്ക് ഇല്ലാതെ ചിലപ്പം ശർക്കരയിലൊക്കെ കല്ലൊക്കെ കാണും. അതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പാനി കിട്ടും. ശർക്കര പാനി നന്നായിട്ട് അവലിലും തേങ്ങാപ്പിരയിലും യോജിപ്പിച്ച ശേഷം 50 ഗ്രാം എള്ളും കൂടി ചേർക്കുക. അതുപോലെ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന റൈസിൻസും കാഷ്യൂവും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ചെയ്യേണ്ടത് സ്റ്റൗ സിമ്മിലിട്ട് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ കൂട്ട് തണുക്കാനായിട്ട് പരന്ന പാത്രത്തിൽ നിരത്തി വയ്ക്കാം. നമുക്ക് ഈ അവൽ ലഡുവിൻ്റെ ഉരുട്ടി പ്ലേറ്റുകളിലേക്ക് വെച്ച് 10-15 മിനിറ്റ് വെച്ച് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. നമുക്കത് വേണമെങ്കിൽ ഒരാഴ്ചയോളം പുറത്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അങ്ങനെ അവൽ ലഡു തയ്യാറായിരിക്കുകയാണ്. വൈകുന്നേരം കുഞ്ഞുങ്ങളുള്ള വീടുകൾ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ ചേർക്കുന്നു എന്ന് നമുക്ക് അറിയുകയില്ല. അവലും ശർക്കരയും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് ആവശ്യമാണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.